പണ്ട് കാലത്ത് നമ്മുടെ വീടുകൾ സൗകര്യങ്ങൾ കുറവാണെങ്കിലും നല്ല സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഇടയിലുണ്ടായിരുന്നു. പരസ്പര വീട്ടിലുള്ള സഹോദരങ്ങൾക്കിടയിൽ ഐക്യമുണ്ടായിരുന്നു, യോജിപ്പുണ്ടായിരുന്നു, ഒരുമയുണ്ടായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ കൂടി, വീടുകളൊക്കെ വലിയ വലിയ വീടുകളായി. പക്ഷെ നമ്മുടെ വീടുകൾക്കുള്ളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പരസ്പര സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല പല ദുരന്തങ്ങളും അസുഖങ്ങളും അസ്വസ്ഥതകളും ഒന്നിനു മാറി ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ മുമ്പ് കാലത്ത് നമ്മുടെ മഹാന്മാർ ചെയ്ത പരിഹാരങ്ങൾ പുതിയ കാലത്തും ചെയ്യുമ്പോൾ നമ്മുടെ വീടുകൾ സമാധാനവും സന്തോഷവും ഐശ്വര്യമുള്ള വീടുകളായി മാറും. അതിന് നമ്മുടെ വീടുകളിൽ മുമ്പ് കാലത്തുള്ളവർ സന്ധ്യാസമയങ്ങളിൽ ദിക്റുകൾ ചൊല്ലിയിരുന്നു, പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നു. എല്ലാ ദിവസവും ഒരു ഖുർആൻ ഓതും, ദിക്ർ ചെല്ലും, സ്വലാത്തുകൾ ചെല്ലും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുകൾ ചെല്ലും, അവിടുത്തെ മൗലിദ് ഓതും. മഹാന്മാരായ ഔലിയാക്കളും സാലിഹ്യങ്ങളും നമ്മളിലേക്ക് കൈമാറി തന്ന ദിക്റുകൾ, ഹദ്ദാദ്, അതുപോലെ മറ്റ് റാത്തീബുകൾ നമ്മുടെ വീടുകളിലൊക്കെ സജീവമായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെന്നില്ലാത്തൊരു ഐശ്വര്യവും ബറക്കത്തും ഉണ്ടായിരുന്നു. ഇന്ന് കേൾവിയുള്ള രോഗങ്ങളൊന്നും അന്ന് അതിൻ്റെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഴയ കാലത്ത് ചെയ്ത ആ ആത്മീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ സജീവമാകുമ്പോൾ നമ്മുടെ വീട് ഐശ്വര്യമുള്ള വീടുകളാവും, സന്തോഷമുള്ള വീടുകളാവും, സമാധാനമുള്ള വീടുകളാവും. വീടുകളിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും.